Hello students, welcome to my channel. ഇന്നത്തെ വീഡിയോ ബോണസ് ഷെയർസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ എന്ന ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കി മാറ്റുന്നതിന് ബോണസ് ഇഷ്യൂ നടത്തുന്ന സമയത്ത് എങ്ങനെയാണ് അതിന്റെ ജേണൽ എൻട്രീസ് എന്ന് നോക്കാം. ഏത് റിസർവ് ആണോ യൂസ് ചെയ്യുന്നത്, ബോണസ് ഇഷ്യൂ നടത്തുന്നതിനായിട്ട് ഏത് റിസർവ് ഒക്കെയാണോ യൂസ് ചെയ്യുന്നത് ആ റിസർവ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു വിഷയം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടും സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടും പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കുന്നതിനായിട്ട് യൂസ് ചെയ്യാറില്ല. ഇവിടെ ജേണൽ എൻട്രീസ് നോക്കാം. ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് അറ്റർ ഓർ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് അറ്റർ, ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റർ ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഏതൊക്കെ റിസർവ് ആണോ യൂസ് ചെയ്യുന്നത് അതിന് ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. നരേഷൻ ഓൺ ഡിക്ലറേഷൻ ഓഫ് ബോണസ് ഔട്ട് ഓഫ് റിസർവ്സ്. ഇനി ഇതിൽ അടുത്തത് വരുന്നത് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ആണ്. അപ്പോൾ അതിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് എത്രയാണോ അതിൽ ഇനി അടച്ചു തീർക്കാൻ ബാക്കിയുള്ളത് ആ എമൗണ്ടിൻ്റെ ഫൈനൽ കോൾ വിളിക്കുന്നതിനുള്ള ജേണൽ എൻട്രീസ് ആണ്. അപ്പോൾ ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് നെക്സ്റ്റ് ജേണൽ എൻട്രി എഴുതുന്നു. ഓൺ മേക്കിംഗ് ഡ്യൂ ദ ഫൈനൽ കോൾ, ഫൈനൽ കോൾ ഡ്യൂ ആയി എന്ന് കാണിക്കുന്നതിനായിട്ട് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ജേണൽ എൻട്രീസ് പാസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എത്രയാണോ ഇനി ബാക്കി അടയ്ക്കാനുള്ളത് ആ എമൗണ്ട് ആണ് ഇവിടെ കാണിക്കുക. അടുത്തത് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. ഇതിൽ ഈ ജേണൽ എൻട്രീസിൽ വരുന്നത് ഫൈനൽ കോൾ ഡ്യൂ ആയി കാണിച്ചിട്ടുണ്ട്, അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ആ ബോണസ് എമൗണ്ട് ഈ പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ബോണസ് എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി ആണ് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. എത്രയാണോ ബോണസ് എമൗണ്ട് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത് ആ ബോണസ് എമൗണ്ടിനെ ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. അങ്ങനെ പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കി മാറ്റുന്നതിനായിട്ട് ബോണസ് എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ നോക്കാം. ഫോളോയിങ് ഈസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ ലിമിറ്റഡ് ആസ് ഓൺ 31/3/2020. ഇവിടെ ബോണസ് ഇഷ്യൂ നടത്തുന്നതിന് മുൻപുള്ള ഒരു ബാലൻസ് ഷീറ്റ് ആണ് തന്നിരിക്കുന്നത്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ഇക്വിറ്റി പോർഷനിൽ ഷെയർ ക്യാപിറ്റൽ 3 lakh, 5,000 ഷെയർസ് ഓഫ് ₹100 ഈച്ച്, ₹60 പെയ്ഡ്. 5,000 ഷെയർസിന് 100 rupees വെച്ചിട്ടാണ്, അതിൽ 60 rupees ആണ് പേ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 3 lakh rupees പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ഇപ്പം ഇതിൽ ബാലൻസ് ഇനി 40 rupees കൂടെ കിട്ടാനുണ്ട്. അപ്പോൾ 40 rupees കൂടെ കിട്ടിയാലേ പാർട്ടി പെയ്ഡ് ഷെയർസ് ഫുള്ളി പെയ്ഡ് ആയിട്ട് മാറുന്നുള്ളൂ. റീറ്റെയിൻഡ് ഏർണിങ്സ്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് 40,000, റിസർവ് 2,70,000, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ 1,25,000 ഉണ്ട്. കറന്റ് ലയബിലിറ്റീസ്, സൺട്രി ക്രെഡിറ്റേഴ്സ് 2,65,000. മൊത്തം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ടോട്ടൽ 10 lakh. ഇനി അസറ്റ് സൈഡ്, നോൺ കറന്റ് അസറ്റ്സ്, സൺട്രി അസറ്റ്സ് 10 lakh, ടോട്ടൽ 10 lakh. ഇവിടെ നോട്ട് എന്താണെന്ന് നോക്കാം. ദ കമ്പനി റിസോൾവ്സ് ടു ഡിസ്ട്രിബ്യൂട്ട് ₹1,50,000 ആസ് ബോണസ്. കമ്പനി 1,50,000 ബോണസ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ടു ബി യൂട്ടിലൈസ്ഡ് ഇൻ പേയിങ് അപ്പ് എ കോൾ ഓഫ് ₹30 പെർ ഷെയർ. ഈ ബോണസ് എമൗണ്ട് ഒരു ഷെയറിന് 30 രൂപ എന്നുള്ള നിരക്കിലാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഷെയറിന് ബാക്കി കിട്ടാനുള്ള തുക 40 rupees ആണ്. അതിൽ 30 രൂപ കമ്പനി തന്നെ ബോണസ് എമൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ബാക്കി ഇനിയിപ്പോൾ 10 രൂപയുള്ളത് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്യുന്നു എന്ന് അസംഷനാണ് നടത്തുന്നത്. ഇപ്പോൾ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ആയി മാറണമെങ്കിൽ 40 rupees കിട്ടണം. അപ്പോൾ അതിൽ 30 rupees കമ്പനി ബോണസ് എമൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള 10 rupees ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ക്യാഷായി കളക്ട് ചെയ്യുന്നതായിട്ട് അസംഷനാണ് ചെയ്യുന്നത്. മിനിമം റിഡക്ഷൻ ഈസ് ടു ബി മെയ്ഡ് ഫ്രം ഫ്രീ റിസർവ്സ്. പിന്നെ ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നത് റിസർവിൽ നിന്ന് മിനിമം റിഡക്ഷനെ ചെയ്യാൻ പാടുള്ളൂ എന്നും. ഓക്കെ, ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. വർക്കിംഗ് നോട്ട് തയ്യാറാക്കാം.
amount required to convert partly paid shares into fully paid. $5,000 ഷെയർസ് ആണുള്ളത്. അതിൽ 40 റുപ്പീസാണ് ഇനി ബാലൻസ് കിട്ടാനുള്ളത്. അങ്ങനെ 2 lakh റുപ്പീസാണ് ഇനി ആവശ്യം. 2 lakh റുപ്പീസും കൂടെ കിട്ടിയാലാണ് ഷെയർസ് ഫുള്ളി പെയ്ഡ് ആയിട്ട് മാറുന്നത്. കമ്പനിയുടെ ബോണസ് എമൗണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ബോണസ് ഇഷ്യൂ നടത്തുന്നത് 1,50,000 ആണ്. ബോണസ് എമൗണ്ട് 1,50,000. ബാക്കി ഇനി ബാലൻസ്, അതായത് 5,000 ഷെയർസിന് 30 റുപ്പീസ് വെച്ചിട്ടാണ് കമ്പനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാലൻസ് 50,000. പിന്നെ ഈ 50,000 കൂടെ കിട്ടിയാൽ മാത്രമേ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഫുള്ളി പെയ്ഡ് ആയിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ ഈ 50,000 റുപ്പീസ് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്യണം. ക്യാഷ് ടു ബി കളക്റ്റഡ് ഫ്രം ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ക്യാഷ് ആയിട്ട് ബാക്കി ബാലൻസ് കളക്ട് ചെയ്യുന്നതായിട്ടാണ് അസംഷൻ ചെയ്യുന്നത്. ഇപ്പോൾ 5,000 ഷെയർസിന് 10 റുപ്പീസ് വെച്ചിട്ട് അവരിൽ നിന്ന് 50,000 റുപ്പീസ് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഈ ബോണസ് എമൗണ്ട് 1,50,000 ബോണസ് എമൗണ്ട് ഏതെല്ലാം സോഴ്സിൽ നിന്നാണ് എടുക്കുന്നത്? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് 40,000 ഉണ്ട്. ഇതിവിടെ പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ആക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ റിസർവ് എടുക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇപ്പോൾ പിന്നെ റിസർവിൽ നിന്ന് മിനിമം റിഡക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ഫുൾ എമൗണ്ട് എടുത്തുകൊണ്ട് ബാക്കിയുള്ള ബാലൻസ് ആണ് റിസർവിൽ നിന്ന് എടുക്കുന്നത്. ഇപ്പോൾ 1,25,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ബാക്കിയുള്ള 25,000 റിസർവിൽ നിന്നുമാണ് എടുക്കുന്നത്, ബോണസ് എമൗണ്ട് എടുക്കുന്നത്. സോഴ്സ് ഓഫ് ബോണസ് എമൗണ്ട്, അതിൽ റിസർവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് 1,25,000. ദെൻ റിസർവിൽ നിന്ന് 25,000. എങ്ങനെയാണ് ബോണസ് എമൗണ്ട് എടുക്കുന്നത്? ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വർക്കിംഗ്സ് ആയിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ ജേർണൽ എൻട്രീസ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ആദ്യം ഏതൊക്കെ റിസർവ് ആണോ എടുക്കുന്നത് അതിനെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എടുക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും റിസർവിൽ നിന്നും എടുക്കുന്നുണ്ട്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്ററിൽ നിന്ന് എടുക്കുന്നത് 1,25,000. റിസർവ് അക്കൗണ്ട് ഡെറ്റർ, റിസർവിൽ നിന്ന് എടുക്കുന്നത് 25,000. ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്, to bonus to shareholders account 1,50,000. Narration, declaration of bonus out of profit and reserve. ഫസ്റ്റ് ജേർണൽ എൻട്രി. ഇനി അടുത്തത് ഫൈനൽ കോൾ വിളിക്കണം. ഇപ്പോൾ ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ, ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ, ഷെയർ ഫൈനൽ കോൾ ഡ്യൂ ആകുന്നതിനുള്ള ജേർണൽ എൻട്രി ആണ്. ടു ഷെയർ ക്യാപിറ്റൽ, ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ഫൈനൽ കോളം മേക്ക് ഔട്ട് ചെയ്യുന്നത് 5,000 ഷെയർസിന് 40 റുപ്പീസ് വെച്ചിട്ട്, അങ്ങനെ 2 lakh.
ഡ്യൂ ആയി കാണിക്കുന്നു. Final call made on ₹5,000 shares. 5,000 shares rupees 40 per share. Okay. ഫൈനൽ കോൾ ഡ്യൂ ആയത് കാണിച്ചിട്ടുണ്ട്. ഇനി ബോണസ് എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി വരുന്നത്. അതോടൊപ്പം തന്നെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കാണിക്കണം. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ഇവിടെ ബോണസ് വരുന്നത് 1,50,000 ആണ് എമൗണ്ട്. ഇനി ഷെയർ ഫൈനൽ കോളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് 1,50,000 ബോണസ് എമൗണ്ടും ഫുള്ളി പെയ്ഡ് ആക്കി മാറ്റണമെങ്കിൽ ഇനി ബാലൻസ് ഒരു 50,000 കൂടെ കളക്ട് ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ക്യാഷായി കളക്ട് ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 50,000 ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. അങ്ങനെ 2 lakh rupees ക്രെഡിറ്റ് ചെയ്തു ഫൈനൽ കോളിലേക്ക്. നരേഷൻ യൂട്ടിലൈസേഷൻ ഓഫ് ബോണസ് ടു കൺവേർട്ട് partly paid shares into fully paid. ഇത്രയാണ് ജേണൽ എൻട്രീസ് വരുന്നത്. ഇപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് 1,25,000 എടുത്ത് ഡെബിറ്റ് ചെയ്തു. റിസർവിൽ നിന്ന് 25,000 മിനിമം റിഡക്ഷനാണ് നടത്തിയിരിക്കുന്നത്. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് പിന്നെ ഷെയർ ഫൈനൽ കോൾ ഡ്യൂ ആകുന്നതായിട്ട് കാണിച്ചു. 40 rupees ആണ് ഷെയർ ഫൈനൽ കോളിലേക്ക് വരേണ്ടത്. അപ്പോൾ അത് ഡ്യൂ ആയി കാണിച്ചു. ഇനി ഈ ബോണസ് എമൗണ്ട് നേരത്തെ കാണിച്ച ഈ ബോണസിനെ ഷെയർ ഫൈനൽ കോളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. അപ്പോൾ ബോണസ് നൽകുന്ന സമയത്ത് ഫുള്ളി പെയ്ഡ് ഷെയർസ് ആയിരിക്കണം. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ ക്യാഷായി കളക്ട് ചെയ്തതായിട്ട് അസംഷൻ നടത്തി ക്യാഷ് അക്കൗണ്ട് ഡെറ്ററിന് കൂടെ ഡെബിറ്റ് ചെയ്തു ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ജേണൽ എൻട്രീസ് വരുന്നത്. ബോണസ് ഇഷ്യൂ നടത്തിയതിന് ശേഷം അതിൽ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റ് എന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ ബോണസ് ഇഷ്യൂ പർട്ടിക്കുലേഴ്സ് നോട്ട് നമ്പർ എമൗണ്ട് കോളം വരച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നതിന് ഇതിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ഫസ്റ്റ് ഐറ്റം, equity and liabilities. Equity, first item share capital. Share capital നോട്ട് നമ്പർ 1. നോട്ട് ടു അക്കൗണ്ട്സ് വരച്ചിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽസ് എഴുതാം. നോട്ട് നമ്പർ 1 ഷെയർ ക്യാപിറ്റൽ, $5,000 shares of ₹100 each fully paid. ഇപ്പോൾ ഷെയർസ് ഫുള്ളി പെയ്ഡായി മാറ്റി. അപ്പോൾ ഫുള്ളി പെയ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. 5,000 ഷെയർസ് 5 lakh rupees എമൗണ്ട് കോളത്തിൽ. ഈ എമൗണ്ട് ആണ് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതുന്നത്. ഷെയർ ക്യാപിറ്റൽ നോട്ട് നമ്പർ 1 എമൗണ്ട് കോളത്തിൽ 5 lakh. ഇനി അടുത്ത ഐറ്റം റീറ്റെയിൻഡ് ഏർണിങ്സ്. റീറ്റെയിൻഡ് ഏർണിങ്സ് നോട്ട് നമ്പർ 2
നോട്ട് ടു അക്കൗണ്ട്സിൽ അതിൻ്റെ ഡീറ്റെയിൽ കാണിക്കാം. റീറ്റെയിൻഡ് ഏർണിങ്സ്, ഇതിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് 40,000 ഇത് യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ അത് അതേപോലെ തന്നെ എഴുതണം. റിസർവിൽ 2,70,000 ആണ് ഉണ്ടായിരുന്നത്. അതിൽ 25,000 ബോണസ് എമൗണ്ടിലേക്ക് യൂട്ടിലൈസ് ചെയ്തു, ബാക്കിയുള്ള ബാലൻസ് എഴുതുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ ഈ 1,25,000 ഫുള്ളി യൂട്ടിലൈസ് ചെയ്ത് കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ 40,000. അടുത്ത റിസർവ് 2,70,000 മൈനസ് 25,000. ഇപ്പോൾ 2,45,000 വരുന്നുണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇല്ല. അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ 2,85,000. ബാലൻസ് ഷീറ്റിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് നോട്ട് നമ്പർ 2 2,85,000. റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞു. ഇവിടെ ഉള്ളത് അടുത്ത ഐറ്റം കറണ്ട് ലയബിലിറ്റീസ് ആണ്. കറണ്ട് ലയബിലിറ്റീസിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് 2,65,000. അതിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. കറണ്ട് ലയബിലിറ്റീസ് സൺട്രി ക്രെഡിറ്റേഴ്സ് എമൗണ്ട് 2,65,000. ഓക്കെ, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി സൈഡ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ടോട്ടൽ ചെയ്യാം. $10,50,000. ടോട്ടൽ. അടുത്തത് അസറ്റ് സൈഡ്. അസറ്റ് സൈഡിൽ വരുന്ന ഐറ്റം സൺട്രി അസറ്റ്സ് ആണ് വരുന്നത്. നോൺ കറണ്ട് അസറ്റ്സിൽ സൺട്രി അസറ്റ്സ് 10 lakh. നോൺ കറണ്ട് അസറ്റ് സൺട്രി അസറ്റ് 10 lakh ആണ് നേരത്തെ ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ബാലൻസ് ഒരു 50,000 ബാലൻസ് ഒരു 50,000 ക്യാഷ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ കാണിക്കണം. നമ്മൾ സൺട്രി അസറ്റിന് നോട്ട് നമ്പർ 3 എന്ന് കൊടുക്കാം. നോട്ട് ടു അക്കൗണ്ടിൽ നോട്ട് നമ്പർ 3 സൺട്രി അസറ്റ് നേരത്തെ ഉണ്ടായിരുന്ന 10 lakhന്റെ കൂടെ പ്ലസ് ഒരു 50,000 ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്ത് 50,000 ക്യാഷ് എന്നുള്ളത് കറണ്ട് അസറ്റിലാണ് വരിക. അപ്പോൾ 50,000 ഇവിടെ ആഡ് ചെയ്യണം. അങ്ങനെ 10,50,000. ഓക്കെ, അപ്പോൾ സൺട്രി അസറ്റ് ബാലൻസ് ഷീറ്റിൽ എഴുതുന്നത് നോട്ട് നമ്പർ 3 10,50,000. ഒരു 50,000ന്റെ ഇൻക്രീസ് ആണ് നോൺ കറണ്ട് അസറ്റിൽ വരുന്നത്. അസറ്റ് സൈഡ് ടോട്ടൽ 10,50,000.
ഇത്രയും വ്യത്യാസങ്ങളാണ് ബാലൻസ് ഷീറ്റിൽ ബോണസ് ഇഷ്യൂ നടത്തിയതിന് ശേഷം വരുന്നത്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അവിടെ ഫുള്ളി പെയ്ഡ് ആയിട്ട് 5 lakh കാണിച്ചു. നേരത്തെ അത് 3 lakh ആയിരുന്നു, ഇപ്പോൾ 5 lakh. റീറ്റെയിൻഡ് ഏർണിങ്സിൽ വ്യത്യാസങ്ങൾ വന്നു. റീറ്റെയിൻഡ് ഏർണിങ്സ് റിസർവിൽ കുറവ് വന്നിട്ടുണ്ട്. അതുപോലെ സെക്യൂരിറ്റി പ്രീമിയം അതേപോലെ തന്നെ കാണിക്കുന്നുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇല്ല. അപ്പോൾ 2,85,000 ആണ് റീറ്റെയിൻഡ് ഏർണിങ്സിൽ കാണിക്കുന്നത്. കറണ്ട് ലയബിലിറ്റീസിൽ സൺട്രി ക്രെഡിറ്റേഴ്സിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. 2,65,000. അങ്ങനെ ടോട്ടൽ 10,50,000. അസറ്റ് സൈഡിൽ സൺട്രി അസറ്റ്സ്, നോൺ കറണ്ട് അസറ്റ്സ് ഐറ്റത്തിൽ വരുന്ന സൺട്രി അസറ്റിൽ നേരത്തെ ഉണ്ടായിരുന്ന 10 lakh ആണ് 50,000 ക്യാഷായി കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എഫക്റ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.